Assalamualaikum. Welcome to Charismatic Viewpoint. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ സ്പഞ്ച് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ്. അപ്പോൾ ഇത് ബേക്കിംഗ് പൗഡർ ഒന്നും യൂസ് ചെയ്യാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിന് ആവശ്യമുള്ളതെന്ന്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കേക്ക് ഫ്ലോർ ഓൾറെഡി ഞാൻ എല്ലാം കൂട്ടുവിട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ ഞാൻ ചേർത്തിട്ടുള്ളത് 60 ഗ്രാം ഫ്ലോർ, അതായത് മൈദ, പിന്നെ 20 ഗ്രാം കോൺ സ്റ്റാർച്ച്, പിന്നെ ചേർത്തിട്ടുള്ളത് 20 ഗ്രാം കൊക്കോ പൗഡർ. ഇത്രയും എടുത്ത് നന്നായിട്ട് അരിച്ചിട്ട് ഒരു 2 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് അരിച്ചിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ 20 ഗ്രാം ബട്ടർ, അതുപോലെ 20 ഗ്രാം മിൽക്ക്, 4 മുട്ട, 110 ഗ്രാം ഷുഗർ, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഷുഗർ പൊടിച്ചതാണ്, പൊടിച്ച അളവാണ് 110 ഗ്രാം, പൊടിച്ചതിന് ശേഷമുള്ള അളവ്. എന്നിട്ട് ഈ ഷുഗർ നമ്മൾ എടുത്തിട്ട് ഒരു മിക്സിംഗ് ബൗളിലോട്ട് എടുക്കുക. പൊടിച്ചിട്ടുള്ള ഷുഗറാണ്. അതിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. അതായത് ഈ 4 എഗ്ഗ് എന്ന് പറയുന്നത് റൂം ടെമ്പറേച്ചറിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രമേ കേക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് സോഫ്റ്റ് ആവുകയും ചെയ്യില്ല, അതുപോലെ നമുക്ക് നന്നായിട്ട് പൊന്തി വരികയും ചെയ്യില്ല കേക്ക്. പിന്നെ വേണ്ടത് 20 ഗ്രാം ബട്ടറും അതുപോലെ 20 ഗ്രാം മിൽക്കും എടുത്തിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കുഞ്ഞു പാൻ എടുത്തിട്ട് അതിലോട്ടൊന്ന് ഒഴിക്കുക. ഇതിപ്പോൾ ഒന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഓഫ് ചെയ്യാം. കാരണം പിന്നെ ചെറിയ ചൂടിൽ കിടന്നിട്ട് ബട്ടർ അതിൽ മെൽറ്റായിട്ട് ഇരുന്നോളൂ. അതിനുശേഷം ഇതും നല്ല റൂം ടെമ്പറേച്ചറിൽ അതിന് ശേഷം മീൻസ് ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്ക് മിക്സിലോട്ട് ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ ഒരു 110 ഗ്രാം ഷുഗറിലോട്ട് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് ഇത് രണ്ടും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് 4 എഗ്ഗ് ബീറ്റ് ചെയ്ത് അതൊന്ന് ഫ്ലഫി ആയതിന് ശേഷം അതിലേക്ക് പഞ്ചസാര കുറച്ചിട്ടിട്ട് മിക്സ് ചെയ്തെടുത്താലും മതി. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് റിബൺ കൺസിസ്റ്റൻസിയാണ്. നല്ല ടൈറ്റായിട്ട് ഇതിങ്ങനെ പൊന്തി നല്ല കൺസിസ്റ്റൻസി ആവണം. അതായത് നമ്മളിങ്ങനെ അത് എടുക്കുന്ന സമയത്ത് റിബൺ പോലെ വരണം. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇനി അതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് ഫ്ലോറ്, കോൺ സ്റ്റാർച്ച്, കൊക്കോ പൗഡർ, ഇത്രയും കൂടെ അതിലോട്ട് ആ ഒരു മിക്സ് അതിലേക്ക് ഒരു 3 ഭാഗമായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ലാസ്റ്റ് പാർട്ടാണ്. ഇത്രയും ഇട്ടിട്ട് നന്നായിട്ട് ഈ ഒരു മെത്തേഡിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച 20 ഗ്രാം ബട്ടറും അതുപോലെ 20 ഗ്രാം മിൽക്കും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല, അല്ലാണ്ട് തന്നെ ഇത് പൊന്തി വരും, നല്ല കേക്കായിട്ട് സ്പഞ്ചായിട്ട് വരും. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇത് ബേക്കിംഗ് ടിന്നിലോട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ബേക്കിംഗ് ടിൻ എന്ന് പറയുന്നത് ഞാൻ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഗീയൊക്കെ തടവി നല്ല സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ്. അതിലേക്ക് ഒഴിച്ച് ഒന്ന് ടാപ്പ് ചെയ്തെടുത്തു. ഇനി ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇത് OTG ഓവനാണ്. ഈ ഓവനിൽ ഞാനൊരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തതായിരുന്നു. അതിലേക്ക് ഇത് വെച്ചിട്ട് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്, കറക്റ്റ് 25 മിനിറ്റ് എനിക്ക് വേണ്ടി വന്നുള്ളൂ. 25 to 35 മിനിറ്റാണ്. അതിൽ 25 മിനിറ്റിൽ തന്നെ എനിക്ക് കേക്ക് ആയി. ഇപ്പോൾ ഞാനത് ഒന്ന് കുത്തി നോക്കുമ്പോൾ ക്ലിയറാണ് സ്റ്റിക്ക്. അപ്പോൾ ഇതായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇനി ഇതൊന്ന് ചൂടാറി ജസ്റ്റ് നമുക്കൊരു നമുക്ക് ആ ഒരു ടിന്ന് പിടിക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ചൂട്, ആ ഒരു ചൂടിൽ നമുക്കിത് ഡിമോൾഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ഇനി ഇതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പർ ഉണ്ട്, അതൊന്ന് നീക്കുകയാണ്. അത് നീക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് പതുക്കെ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കേക്ക് പെർഫെക്റ്റ് കേക്കാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, കറക്റ്റായിട്ട് വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഡാർക്ക് സ്പഞ്ചാണ്, ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ബേസാണിത്. അപ്പോൾ ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.